നമസ്തേ, പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. 10 വർഷമായി മുസ്ലിം ലീഗ് അധികാരത്തിന് പുറത്താണ്. UDFിൻ്റെ ഘടകകക്ഷിയാണ്. 10 വർഷമായി അവർക്ക് അധികാരമില്ല. ഏകദേശം 10 വർഷം തികയാൻ പോവുകയാണ്. അടുത്ത ഇലക്ഷനിൽ അവർക്ക് അധികാരം കിട്ടുമോ? ശരിക്കും ലീഗ് ഫ്രസ്ട്രേറ്റഡുമാണ്. അതിന് പ്രധാന കാരണം കോൺഗ്രസിൻ്റെ പടലപ്പിണക്കങ്ങൾ, ഐക്യമില്ലായ്മ, അവർ തമ്മിലടിക്കുന്നത് മൂലം കോൺഗ്രസ് പാർട്ടി ദുർബലപ്പെടുന്നത്, ആ ദൗർബല്യം മുന്നണിയെ മൊത്തത്തിൽ ബാധിക്കുന്നത്, ഇതെല്ലാം പ്രശ്നങ്ങളാണ്. പല പ്രാവശ്യം ലീഗ് ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട്, വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസിൻ്റെ തനതായ സംസ്കാരം വിട്ട് പ്രവർത്തിക്കാൻ കോൺഗ്രസ് പാർട്ടി അംഗങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ ശാപം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മഹാത്മാഗാന്ധിയുടെ കാലത്ത് നമ്മൾ നോക്കി അറിയാൻ പറ്റും. അതിശക്തനായ ഒരു നേതാവ് ആ സമയത്ത് ഉദിച്ചു വന്നിരുന്നു, ശ്രീ സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹം കോൺഗ്രസിലുണ്ടായിരുന്നു. പക്ഷെ മഹാത്മാഗാന്ധിയുടെ അഭിപ്രായങ്ങളുമായിട്ട് കുറേയൊക്കെ വ്യത്യസ്തമായിരുന്നു സുഭാഷ് ചന്ദ്രബോസിൻ്റെ അഭിപ്രായങ്ങൾ. അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. പക്ഷെ ഗാന്ധിചന്ദ്രൻ മറ്റൊരു കാൻഡിഡേറ്റിനെ കൊണ്ടുവന്നു, പട്ടാഭി സീതാരാമയ്യ. അവർ തമ്മിലുള്ള മത്സരത്തിൽ ഗാന്ധിജിയുടെ നോമിനി ആയിട്ട് പോലും പട്ടാഭി സീതാരാമയ്യയെ തോൽപ്പിച്ചുകൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസ് അധികാരത്തിലെത്തിയത്, കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്നു. പക്ഷെ അദ്ദേഹത്തിനെ ശരിക്കും പാർട്ടിയെ നയിക്കാൻ സമ്മതിക്കില്ല. മഹാത്മജി ഉൾപ്പെടുന്ന ഗ്രൂപ്പ് അത് അനുവദിക്കില്ല. അവസാനം അദ്ദേഹം പാർട്ടി സ്ഥാനം രാജിവെച്ചിട്ട് പോയി. പിന്നെയാണ് അദ്ദേഹം ജപ്പാനിലൊക്കെ പോകുന്നതും ഇന്ത്യൻ നാഷണൽ ആർമി INA ഉണ്ടാക്കുന്നതുമൊക്കെ. അത് അവിടെ കൊണ്ട് തീരുന്നില്ലല്ലോ. നമ്മൾ കേരളത്തിലോട്ട് വന്നാൽ R. ശങ്കർ കേരള മുഖ്യമന്ത്രിയായിരുന്നു. സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കെതിരെ അതേ പാർട്ടിക്കാർ അദ്ദേഹത്തെ മുഖ്യമന്ത്രിക്കെതിരെ വന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച ചരിത്രം കോൺഗ്രസിന് മാത്രമുള്ളതാണ്. അങ്ങനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ഒരേ ഒരു മുഖ്യമന്ത്രിയുള്ളത് കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് R. ശങ്കർ. PT ചാഹ എന്ന് പറയുന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടു. അതിനെ തുടർന്ന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ PT ചാക്ക പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയത്തെ, അവിശ്വാസ പ്രമേയത്തെ PT ചാക്കയും ആൾക്കാരും പിന്തുണച്ചു. അവിടെ തൊട്ടാണ് കേരള കോൺഗ്രസിന്റെ ഉദയം ഉണ്ടാകുന്നത്. PT ചാക്ക കോൺഗ്രസ് നിന്ന് വേർപിരിഞ്ഞു പോയതിനു ശേഷം തുടർന്ന് വന്ന ഇലക്ഷനിൽ വെറും 9 സീറ്റിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തി. പക്ഷെ K. കരുണാകരൻ, അസാമാന്യ പ്രതിഭാശാലിയായ K. കരുണാകരൻ, ബുദ്ധിരാക്ഷസനായ K. കരുണാകരൻ കോൺഗ്രസ് പാർട്ടി ഉയർത്തി ഭരണം പിടിച്ചെടുത്തു. അവിടെയും അദ്ദേഹത്തിന് സ്വൈര്യമായി ഭരിക്കാൻ കഴിയുന്നില്ല. K. കരുണാകരൻ, ആന്റണി, ഉമ്മൻചാണ്ടി, വയലാർ രവി തുടങ്ങിയവർ ആ നേതൃത്വത്തെ എതിർക്കാനുണ്ടായിരുന്നു. തുടർന്ന് കരുണാകരൻ്റെ മാനസപുത്രന്മാരായിരുന്ന കാർത്തികേയൻ, G. കാർത്തികേയൻ, ഷാനവാസ്, രമേശ് ചെന്നിത്തല ഇവരെല്ലാം എതിർത്തു, കരുണാകരനെ എതിർത്തു. അതായത് അതിശക്തനായ ഒരു ലീഡർ വരുമെങ്കിൽ കുറേ പേര് കൂട്ടം ചേർന്ന് അയാളെ എതിർക്കും. അങ്ങനെ അയാളെ പരസ്യമായും രഹസ്യമായിട്ടും ഒക്കെ എതിർക്കുന്നത് പാർട്ടി എത്രമാത്രം ദുർബലപ്പെടുത്തും, എത്രമാത്രം ക്ഷീണിപ്പിക്കും എന്നവരറിയുന്നില്ല, അവർ ചിന്തിക്കുന്നില്ല. വ്യക്തിഗതമായ നേട്ടം ആന്റണിക്കും വയലാർ രവിക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഉന്നതമായ പദവികളിലെത്തി. അവരുന്നതമായ പദവികളിലേക്ക് അവരുടെ സ്വാർത്ഥ താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിച്ചപ്പോൾ സംഘടനയെ അവർ മറന്നു. സംഘടന താഴോട്ട് പോയി. 10 വർഷത്തിൽ അധികമാകുന്നു, 10 വർഷത്തോളമാകുന്നു കോൺഗ്രസ് അധികാരത്തിലെത്തിയിട്ട്. ഇപ്പോഴോ കൈവെള്ളയിൽ എന്ന പോലെ കിട്ടിയിരിക്കുന്നു. ഇവരുടെ മേന്മ കൊണ്ടല്ല, ഭരണപക്ഷത്തിന്റെ പ്രശ്നങ്ങൾ കാരണം അധികാരം കൈവെള്ളയിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഇവരൊരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടോ? VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും KC വേണുഗോപാലിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ പാർട്ടിയെ ശക്തിപ്പെടുത്താനാണോ, സ്വന്തം അധികാര സ്ഥാനം ഉറപ്പിക്കാനാണോ? ഇതിൻ്റെ ഫലം എന്താവും? ഇതിൽ തീർച്ചയായിട്ടും ലീഗ് അസ്വസ്ഥരാണ്, അസഹിഷ്ണുതയുള്ളതാണ്, അസഹിഷ്ണുത ഉള്ളവരാണ്. UDFിൻ്റെ ലീഡർഷിപ്പ് ലീഗിലേക്ക് വന്നു ചേർന്നാൽ ഒരുപക്ഷെ സ്ഥിതിഗതികൾ മാറിയേക്കും. പല പ്രാവശ്യം കോൺഗ്രസ് പാർട്ടി അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒഴിവാക്കി സംഘടനാ സംവിധാനത്തിലും UDFിൻ്റെ മൊത്തത്തിലുള്ള മുന്നേറ്റത്തിലും ശ്രദ്ധിക്കണമെന്നൊക്കെ പല പ്രാവശ്യം ലീഗ് പറഞ്ഞിട്ടുണ്ട്, നിർദ്ദേശിച്ചിട്ടുണ്ട്, മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ലീഗിൻ്റെ ചരിത്രം നോക്കിയാൽ 1906 ഢാക്കയിലെ നവാബായിരുന്ന ഖ്വാജ സലീമുള്ള അദ്ദേഹമാണ് ഒരു സംഘടന രൂപീകരിച്ചത് മുസ്ലിങ്ങൾക്ക് വേണ്ടി. മുസ്ലിം സമൂഹത്തിൻ്റെ ഉന്നമനവും അവർക്ക് കൂടുതൽ പ്രാതിനിധ്യം കിട്ടുകയും ഒക്കെ ബ്രിട്ടീഷുകാരോട് ചേർന്ന് നിന്ന് സാധിച്ചെടുക്കാനായിരുന്നു അദ്ദേഹം ശ്രമിച്ചിരുന്നത്. 1913 ആയപ്പോഴത്തേക്ക് മുഹമ്മദ് അലി ജിന്ന
ആ സംഘടനയിലേക്ക്, ആ മുസ്ലിം ലീഗിലേക്ക്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിലേക്ക് വന്നു ചേർന്നു. തുടക്കത്തിലൊക്കെ ജിന്ന മതേതരവാദി തന്നെയായിരുന്നു. പിന്നീട് അദ്ദേഹം മുസ്ലിം മതത്തിനു വേണ്ടിയും മതസംഘടനയ്ക്ക് വേണ്ടിയും വാദിക്കാൻ തുടങ്ങി. തുടർന്നുള്ള ചരിത്രം എല്ലാവർക്കും അറിയാം. ദ്വിരാഷ്ട്രവാദം വന്നു. ഇന്ത്യ രണ്ടായി മുറിഞ്ഞു. പാകിസ്ഥാനും ഇന്ത്യയും എന്ന രണ്ട് രാഷ്ട്രങ്ങളുണ്ടായി. ആ സമയത്ത് ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് ജിന്നയോടൊപ്പം പാകിസ്ഥാനിൽ പ്രബലമായി, പാകിസ്ഥാനിലെ പാർട്ടിയായി മാറി. അതേസമയം ഇന്ത്യയിൽ അവശേഷിച്ച ആൾക്കാർ ഇന്ത്യൻ ഭരണഘടനയോട് കൂറു പുലർത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം, അവരുടെ അവകാശ സംരക്ഷണം, അങ്ങനെ കാര്യങ്ങൾ ഇത് ചെയ്തുകൊണ്ട് ഒരു മതേതര കക്ഷിയായിട്ട് തന്നെ ഏകദേശം അവർ 1948 മാർച്ച് 10 ഖായിദെ മില്ലത്തം മുഹമ്മദ് ഇസ്മായിൽ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടു. അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പല പ്രാവശ്യം കോൺഗ്രസിനോടും പല പ്രാവശ്യം ഇടതുപക്ഷത്തോടും ചേർന്ന് നിന്നിട്ടുണ്ട്. 1967 സപ്തകക്ഷി മുന്നണി, 67 എൻ്റെ ഓർമ്മ, സപ്തകക്ഷി മുന്നണി സമയത്ത് മുസ്ലിം ലീഗ് EMS നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭയെ സഹായിച്ചിട്ടുണ്ട്. അവരെ കൂട്ടുകക്ഷിയായിരുന്നു. 1985 ആയപ്പോഴത്തേക്കും, അതിനു മുമ്പ് തന്നെ മുസ്ലിം ലീഗ് വലതുപക്ഷത്തേക്ക് മാറി. മുസ്ലിം ലീഗിനോടൊപ്പം ചേരണമെന്ന് MV രാഘവൻ പ്രമേയം കൊണ്ടുവന്നതുകൊണ്ടാണ് MV രാഘവനെ പുറത്താക്കിയത്. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഇടതുപക്ഷവുമായിട്ട് അനുകൂലിച്ചും ഇടതുപക്ഷവുമായിട്ട് വിയോജിച്ചും ഒക്കെ മുസ്ലിം ലീഗ് പ്രവർത്തിച്ചു. ഇപ്പോൾ വളരെ കാലമായിട്ട് UDFൻ്റെ കൂടെയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിൽ പണ്ട് 2 MPമാരുണ്ടായിരുന്നു, ഇബ്രാഹിം സുലൈമാൻ സേട്ടും ബനാത്ത് വാലിയും. ഇബ്രാഹിം സുലൈമാൻ സേട്ടും മുസ്ലിം ലീഗിൽ നിന്നും വിഭജിച്ച് ഉണ്ടായ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ ലീഗ്. അത് കുറേ കാലം ഇടതുപക്ഷമായിട്ട് സഹകരിച്ചു. ഔദ്യോഗികമായ സഹകരണമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ INL ഔദ്യോഗികമായ സഹകരണമുണ്ട്. അഹമ്മദ് ദേവർകോവിൽ എന്ന മന്ത്രിയും ഉണ്ടായിട്ടുണ്ട്. അപ്പം മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു സമൂഹം ഇടതുപക്ഷത്തോട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി, അല്ലെങ്കിൽ അതിൽ നിന്ന് കടന്നുപോയ INL ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ട്. ആ സ്ഥിതിക്ക് മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്കും തീർച്ചയായിട്ടും INLുമായിട്ട് ഇടതുപക്ഷമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്നതിന് പ്രയാസങ്ങളൊന്നുമില്ല. പഴയ ചരിത്രവും പാരമ്പര്യവും ഒക്കെ അതിനുണ്ട്. ഇടതുപക്ഷം ഇപ്പോഴവരുടെ പഴയ നിലപാടുകളെല്ലാം മാറ്റി. പണ്ട് EMS ഇരുന്ന സമയത്ത് മുസ്ലിം ലീഗ് വേണ്ട എന്ന കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതേ EMS ആണ് അതിനു മുമ്പ് അവരുമായിട്ട് ചേർന്ന് ഭരിച്ചതും. അവരുമായിട്ട് ചേർന്ന് ഭരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ MV രാഘവനെ പുറത്താക്കിയ ചരിത്രമുണ്ട്. അതേസമയം പല പഞ്ചായത്തുകളിലും പല കാര്യങ്ങളിലും അനുകൂലമായും പ്രതികൂലമായും ഒക്കെ അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സിവിൽ കോഡ് വന്നപ്പോൾ മുസ്ലിം ലീഗുമായിട്ട് സഹകരിച്ച് CPM പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ CPM ചേരിയിലേക്ക് മുസ്ലിം ലീഗ് എത്തുക എന്നുള്ളത് അസാധ്യമോ അചിന്ത്യവുമായ ഒരു കാര്യമൊന്നുമല്ല. അത് സാധിക്കും. തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന് UDFൽ ഗതിയില്ല എന്ന് വന്നാൽ മുസ്ലിം ലീഗിന് UDFൽ ഗതിയില്ലാതെ ഉണ്ടാവില്ല. മുസ്ലിം ലീഗ് ഉൾപ്പെടെ UDFൽ നിന്നാൽ UDFിനെ ഗതിയില്ലാത്തൊരവസ്ഥ കോൺഗ്രസ്സുകാരുണ്ടാക്കി വെക്കുമെന്ന് കണ്ടാൽ തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് UDF സംവിധാനം വിട്ട് LDFിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഫൈമി കാമുകന്മാരായിട്ട് LDF മാത്രമല്ല, BJP ഇന്നിപ്പോണ്ട്. BJPയുമായിട്ട് മുസ്ലിം ലീഗ് പല അവസരങ്ങളും പല സ്ഥലങ്ങളിലും സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. കോലീബി സഖ്യമൊക്കെ അതിന് ഉദാഹരണമാണ്. മുസ്ലിം സമുദായം എന്ന് പറയുന്നത് BJPക്ക് ചേർക്കാൻ പറ്റാത്തൊരു സമൂഹമല്ല. അവർ ചേർത്ത് പ്രവർത്തിച്ച് തെളിയിച്ചിട്ടുമുണ്ട്. PDPയുമായിട്ട് മുഫ്തി മുഹമ്മദ് സയ്യിദിൻ്റെ പാർട്ടിയുമായിട്ട് ചേർന്ന ഒരു ഭരണം തന്നെ പങ്കിട്ടിട്ടുണ്ട്. തിരിച്ചൊരു സാഹചര്യം കേരളത്തിലുണ്ടായാൽ മുസ്ലിം ലീഗും BJPയുമായും സഖ്യം ഉണ്ടായെന്ന് വരാം. ഇതെല്ലാം ആശ്രയിച്ച് നിൽക്കുന്നത് കോൺഗ്രസ് അവരുടെ സംവിധാനത്തെ എത്ര ശക്തിപ്പെടുത്തും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കോൺഗ്രസ് ശക്തിപ്പെട്ടാൽ മാത്രമേ മുസ്ലിം ലീഗ് കോൺഗ്രസ് മുന്നണിയിൽ UDF മുന്നണിയിൽ ഉണ്ടാകൂ. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ അവരുടെ വഴി നോക്കും. അവരുടെ വഴി നോക്കുന്നതിൻ്റെ വേഗത്തിന് ആക്കം കൂട്ടാൻ LDFും BJPയും ശ്രമിക്കുന്നുമുണ്ട്. അവരവരുടെ ചേരിയിലേക്ക് മുസ്ലിം ലീഗിനെ കൊണ്ട് നിന്നെത്താൻ കൂടുതൽ സാധ്യതയും മുസ്ലിം ലീഗ് LDFിലേക്ക് പോകാനാണ്. അതോടെ UDF മുന്നണി തകരും. നമുക്കറിയാം, CPI എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവരുടെ അവരുടെ അംഗസംഖ്യ എത്രയുണ്ട്, കേരളത്തിൽ അവർക്ക് എന്ത് ബലമുണ്ടെന്നുള്ളത്.
തമ്മിൽ മത്സരിച്ച് പൊരുതുന്ന കോൺഗ്രസ് നേതാക്കന്മാർ അത് ചിന്തിച്ചില്ലെങ്കിൽ മറ്റൊരു CPI കക്ഷിയായിട്ട് ഈ കോൺഗ്രസ് പാർട്ടി അധപ്പതിക്കുന്ന കാലം ഒട്ടും വിരളമല്ല. മാത്രമല്ല അവരുടെ മുന്നണി ഘടകങ്ങളെല്ലാം ശിഥിലമാകും. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്നത്തെ മുന്നണിയിൽ മുസ്ലിം ലീഗ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഈർക്കിൽ കക്ഷികൾ മാത്രമാണുള്ളത്. അവർക്കാർക്കും ആ കക്ഷികൾക്കാർക്കും തന്നെ ബഹുജന അടിത്തറ ഇല്ല. അത് ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹവുമില്ല. കാരണം UDFൻ്റെ ഭാഗമായി നിന്നാൽ കിട്ടുന്ന എന്തെങ്കിലും അപ്പകഷ്ണങ്ങൾ കൂടുതൽ നേതാക്കളും അണികളും വന്നാൽ പങ്കുവയ്ക്കുമ്പം കുറഞ്ഞു പോകുമല്ലോ. ആ ചിന്ത കൊണ്ട് UDFലെ ഒരൊറ്റ ഘടകകക്ഷിയും അവരുടെ ജനകീയ അടിത്തറ വർദ്ധിപ്പിക്കാൻ അവർ തയ്യാറല്ല. അതേസമയം മറ്റ് പല കക്ഷികളും UDFനോട് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അവരെ ഒട്ട് ഇവർ സ്വീകരിക്കാൻ സമ്മതിക്കുകയില്ല. കാരണം UDFന് എങ്ങനെയെങ്കിലും അധികാരം കിട്ടിയാൽ അത് അവർക്ക് മാത്രമായിട്ട് വെച്ചനുഭവിക്കാം എന്നൊരു ചിന്തയാണ്. ബഹുജന അടിത്തറ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായും ചിന്തിക്കാത്ത UDF ഒരു രീതിയിലും മുന്നേറില്ല. അവരുടെ കയ്യിൽ വെള്ളയിലെത്തിയ വിജയം അവർ തന്നെ കളഞ്ഞു കുളിക്കും. അങ്ങനെ അധപ്പതനത്തിൻ്റെതായ സൂചനകൾ വ്യക്തമായാൽ തീർച്ചയായും ലീഗ് അവരുടെ സുരക്ഷിതത്വം നോക്കിപ്പോകും. അവർക്കതിനുള്ള കരുത്തുണ്ട്. അവരുടെ ആ കരുത്ത് തന്നെ മറ്റു മുന്നണികൾ അവരെ സ്വീകരിക്കാൻ അവരെ യോഗ്യരാക്കും. ഉണർന്ന് പ്രവർത്തിക്കുക, ബുദ്ധിപൂർവ്വം ചിന്തിക്കുക എന്നുള്ളത് കോൺഗ്രസ് പാർട്ടി നേതാക്കളുടെ പ്രാഥമികമായ കർത്തവ്യം മാത്രമാണ്. നന്ദി, നമസ്തേ.